നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നിങ്ങളുടെ രീതികളൊക്കെ മാറിയല്ലോ. ഡിബേറ്റ് വിത്ത് എ ബി, ഡിബേറ്റ് വിത്ത് സി എന്ന് പണ്ട് ന്യൂസ് ഒരു അവർ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ എ മുതൽ സെറ്റ് ഒരു ഡിബേറ്റ് ഉണ്ടായിട്ട് നമുക്കൊരിടം കിട്ടിയില്ല. ഈ ഒന്നാം സ്ഥാനം എന്നുവെച്ചാൽ ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു. കേരളം ഒന്നിലേക്ക് എത്തും എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഇങ്ങനെ മാറ്റമുണ്ട്. അപ്പൊ അത് പക്ഷെ 26-ലാണ് നമ്മളെല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞത് 2026 ഒന്നാം സ്ഥാനത്ത് എത്തും, 2022 10-നുള്ളിലാകും എന്നാണ് കണ്ടിരുന്നത്. എന്ന് വെച്ച് നമ്മൾ ഒന്നിനായതോടുകൂടി നമ്മളെല്ലാം തികഞ്ഞു എന്ന് നമ്മൾ കരുതാൻ പാടില്ല. ഇത് നിലനിർത്തുക മാത്രമല്ല, ഇതുകൂടി നമുക്ക് ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരും. അതിന് നിങ്ങളുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ അവിടെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് പൂർണ്ണമായിട്ട് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. 100% മാർക്കും ഫീഡ്ബാക്കാണ്. നമ്മൾ റിഫോം നടപ്പിലാക്കിയാലാണ് ആ കാറ്റഗറിയിൽ നമ്മൾ പരിഗണിക്കുള്ളൂ. ഇപ്പോ എമർജിങ്, ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ, അതിൽ ആ ശതമാനം പരിഷ്കാരം നടപ്പിലാക്കിയാലാണ് നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മൾ അതിന് ഇടം കിട്ടണമെങ്കിൽ ഫീഡ്ബാക്കാണ്. അപ്പോൾ നമ്മുടെ സംരംഭകർ നന്നായി കേരളത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതുകൂടിയാണ് നമ്മുടെ ഗുണം. അപ്പൊ നമ്മളെല്ലാവരും കൂടി നന്നായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കും. നമ്മളിപ്പോ ഒന്നാമതായി ഇനി നിങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വരൂ എന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ശ്രമം കൂടി നടത്തിയാൽ നമുക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിന് അനുസൃതമായി ഇന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടി 2024 റാങ്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പരിഷ്കാരങ്ങൾ റിവ്യൂ നടത്തി. 74% റിഫോംസ് ഇപ്പോൾ തന്നെ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആഴ്ചയിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു സെക്കൻഡ് വെച്ചിട്ടാണ്, നിങ്ങളുടെ ഓഫീസിൽ വന്നവർക്ക് അറിയാം, അവിടെ വലിയൊരു സ്ക്രീനുണ്ട്. ഇനി എത്ര ദിവസമുണ്ട്, എത്ര മണിക്കൂറുണ്ട്, എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് ഉണ്ട്, അത് ആ സ്ക്രീൻ ഞങ്ങളുടെ മുമ്പിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും നല്ല മാറ്റമുണ്ട്. കുറെ കൂടി എല്ലാവരും കൂടി സഹായിച്ചാൽ നമുക്ക് നന്നായി സംരംഭങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇതെല്ലാം പ്രിസംഷൻസ് ആണല്ലോ. ഇതിപ്പോ നമ്മൾ ഒരു റാങ്കിങ്ങിൽ തന്നെ ഒന്നിലെത്തിയത് നോക്കിയിട്ട് പ്രശ്നമില്ല കേരളത്തിൽ. അത് ലേബർ ഇഷ്യൂ അല്ല, ഇല്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രിമിനൽ ഓഫൻസ് എല്ലാവരും തന്നെ വ്യക്തമാക്കി. ഇപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം മനോരമയുടെ കോൺക്ലേവിൽ പറഞ്ഞത്, കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം തൊഴിലാളികൾ പ്രശ്നം മൂലം അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ടോ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, മാനേജ്മെന്റ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഷിപ്പ്യാർഡിന്റെ CMD പറഞ്ഞു 25 വർഷമായിട്ട് ഷിപ്പ്യാർഡിൽ ഒരു സിംഗിൾ മാൻ അവർ പോലും തൊഴിലാളി പ്രശ്നം പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അത് പബ്ലിക് ഡൊമൈൻ വന്നല്ലോ. അപ്പൊ അതാണ് നമ്മുടെ പൊതു അനുഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങളെല്ലാവരും പോസിറ്റീവ് കാര്യങ്ങൾ നന്നായി. നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് എല്ലായിടത്തും പുതുതായിട്ട് തുടങ്ങും, ചിലത് കൂട്ടും. ഇപ്പൊ ചാനലുകൾ കൂട്ടിയതുണ്ടാവും, ഫോൺ കൂട്ടിയതുണ്ട്, എയർ നിരവധി വിമാന കമ്പനികൾ കൂട്ടിയിട്ടുണ്ട്, ചിലത് പുതുതായി തുടങ്ങിയിട്ടുണ്ടോ. കേരളത്തിൽ തുടങ്ങുമ്പോൾ അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഓരോ സ്റ്റേറ്റിലും, ഓരോ ജില്ലയിലും. പിന്നെ ഞങ്ങൾ അവരുടെ തന്നെ ഒരു കോൺക്ലേവ് നടത്തി കൊച്ചി. 21 ശേഷം നിക്ഷേപം തുടങ്ങി ഓൺഗോയിങ് ആയിട്ടുള്ള 245 ഓർഡർ പോയിന്റ്സ്, അതിൽ 12,000 കോടിയാണ് അവരുടെ നിക്ഷേപം. ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വെറുതെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ഇയർ ഓഫ് എന്റർപ്രൈസസ് നോക്കിയാൽ മതി. ഓരോ ജില്ലയിൽ 3 ലക്ഷത്തേക്ക് അടുക്കിയത്. ഇതെല്ലാം എല്ലായിടത്തും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ കുറെ കൂടി നമുക്ക് നന്നായി മാറ്റം വരുത്താൻ കഴിയും. ഇപ്പൊ ഇവിടെ തന്നെ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, ഇതാണ് CSIRന്റെ സെന്റർ. ഇന്നൊവേഷൻ, ടെക്നോളജി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, ഇതാണ് അവരുടെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് വരുന്നത്. പിന്നെ തന്നെ നോക്കിയപ്പോൾ 20 കോടിയുടെ സെന്റർ ഓഫ് എക്സലൻസ് സിന്തേറ്റ് ഗ്രൂപ്പ്, സെന്റർ ഓഫ് എക്സലൻസ് ഓഫ് സിന്തേറ്റ് ബയോളജി സൊസൈറ്റി തുടങ്ങി. 5 കോടിയുടെ ജിയോജിത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ ഈ അക്കാഡമി, ആ ഇൻഡസ്ട്രി, ആ കണക്റ്റും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പോളോ ടയേഴ്സിന് വേണ്ടി മാത്രം എക്സിക്യൂട്ടീവ് എംടെക് ഓൺ പോളിമർ ടെക്നോളജി. ഇപ്പൊ നമ്മൾ 6 മാസം ഫുൾ ടൈം ഇന്റേൺഷിപ്പ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ ആയി നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം
വേറെ ഓക്കെ, താങ്ക് യു. മീറ്റിംഗ് കുറച്ചു കുറച്ചു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ്. ബൈ ബൈ.